ഇതുവരെ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒരുമിച്ചുള്ള പ്രിപ്പറേഷൻസ് കണ്ടു അല്ലേ? രണ്ടും തരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടു. ഇനി നമുക്ക് ആൽഡിഹൈഡിനെ മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് റോസ്മണ്ട് റിയാക്ഷനും പിന്നെ ഒന്ന് സയനൈഡിൽ നിന്ന് ഉള്ള റിയാക്ഷൻ, അതാണ് സ്റ്റിഫൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റോസ്മണ്ട് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റോസ്മണ്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ റിയാക്ഷനാണ്. അതായത് നമ്മുടെ ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, RC≡CL, ഇതാണ് ആസിഡ് ക്ലോറൈഡ്. ഈ ആസിഡ് ക്ലോറൈഡിനെ ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതാണ് പെലേഡിയം ആൻഡ് BaSO4 ഇൻ ബോയിലിംഗ് xylene എന്ന് പറയുന്നത്. പെലേഡിയത്തിനെയും BaSO4നെയും നമ്മൾ ബോയിലിംഗ് xylene വെച്ചിട്ട് ഉള്ള ഒരു കാറ്റലിസ്റ്റാണ് നമ്മളിതിനെ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതിൽ BaSO4 എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ BaSO4 എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പലേഡിയത്തിനെ പാർഷ്യലി ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനാണ്. അല്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഫുള്ളി ആക്ടിവേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആൽഡിഹൈഡ് കീറ്റോണായിട്ട് മാറും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്, ഇപ്പോൾ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആസിഡ് ക്ലോറൈഡിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ആൽഡിഹൈഡാണ്. അപ്പം നമ്മൾ ആൽഡിഹൈഡിനെ ഫുള്ളി ആക്ടിവേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് വീണ്ടും റെഡ്യൂസ്ഡ് ആയിട്ട് ആൽക്കഹോൾ ആവും. പക്ഷേ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ബേരിയം സൾഫേറ്റിനെ കൊണ്ടുവയ്ക്കുന്നത്. അതായത് BaSO4നെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് പലേഡിയത്തിനെ പാർഷ്യലി ഡീആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോൾ ആവാൻ ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റോസ്മണ്ട് റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞ ഒരു ആസിഡ് ക്ലോറൈഡ് ഉണ്ട്, RC≡CL. ഇതിന് നമ്മൾ ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് അതിനാവശ്യമായിട്ടുള്ള കാറ്റലിസ്റ്റാണ് പെലേഡിയം ബേരിയം സൾഫേറ്റ് ഇൻ ബോയിലിംഗ് xylene അല്ലേ. ആൻഡ് അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണം, ആൽഡിഹൈഡ് കിട്ടണം, RCHO കിട്ടണം. പിന്നെ HClഉം കൂടിയും എന്തുണ്ടാവും, പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സ്റ്റാർട്ടിങ് തന്നെ CH3C≡CL എടുത്തു. സാധാ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു ആസിഡ് ക്ലോറൈഡ് എടുത്തു. ഇനി അതിനെ ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യാണ്. യൂസ് ചെയ്യേണ്ട ആൾക്കാർ പെലേഡിയം ബേരിയം സൾഫേറ്റ് ബോയിലിംഗ് xyleneൽ. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം, ഇത് റെഡ്യൂസ്ഡ് ആവണം. റെഡ്യൂസ്ഡ് ആകുമ്പോൾ ഇനി എവിടെ നിന്നൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഹൈഡ്രജൻ ആഡ് ചെയ്യണതാണല്ലോ ഒരു റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പം ഈ H2ൽ എന്തൊക്കെയുണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അതിൽ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ ഇവിടെ കയറും, വേറൊരു ഹൈഡ്രജൻ ഈ CLൻ്റെ ഒപ്പം പോവും, എന്നിട്ട് HCl ആയിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവരുടെ ഒപ്പം കയറിയില്ലേ, അപ്പോൾ എന്തുണ്ടാവും, CH3CHO എന്നാവും. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മൾ ഇവിടെ എടുത്ത, അതായത് നമ്മൾ റിയാക്ടൻറ്റ് സൈഡിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു, ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ഉണ്ടായിരുന്നു, അത്ര തന്നെ കാർബൺ എന്തുണ്ടാവും പ്രോഡക്റ്റിലെ ആൽഡിഹൈഡിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബെൻസീൻ റിങ് കൊണ്ടുവരാം, അതായത് C6H5. അപ്പോൾ നമ്മൾ C6H5C≡CL എടുത്തു, ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യാണ്. യൂസ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, പെലേഡിയം ബേരിയം സൾഫേറ്റ്. ഏതിലാണ്, ബോയിലിംഗ് xyleneലാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഒരു ഹൈഡ്രജൻ, ഇതിലൊരു ഹൈഡ്രജൻ ഇങ്ങോട്ടും പോവും, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും പോവും അല്ലേ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ, നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് C6H5CHO. ഓക്കെ, ഈ C ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ, CHO പ്ലസ് HClഉം പുറത്തേക്ക് വരും. ഓക്കെ, പക്ഷേ ഇതേപോലെ നമുക്ക് HCHOനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ HC ഡബിൾ ബോണ്ടോ CL കിട്ടുകയാണെങ്കിൽ തന്നെ അത് അൺസ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുക, സ്റ്റേബിൾ ആവില്ല. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ സാധാ ഒരു ആൽക്കൈൽ കമ്പൗണ്ടും പറഞ്ഞു, ബെൻസൈൽ കമ്പൗണ്ടും പറഞ്ഞു. ഇനി നമുക്ക് HCHO വെച്ച് നോക്കാം. ബേസിക് ആയിട്ടുള്ള
ഈ സാധനം ആസിഡ് ക്ലോറൈഡ് ഇത് ആണല്ലോ നമ്മുടെ തുടക്കം. ഇത് വെച്ചിട്ടാണല്ലോ നമുക്ക് എന്ത് കിട്ടണ്ടേ, HCHO കിട്ടണ്ടേ അല്ലേ? പക്ഷെ അങ്ങനെ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് വെച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ HCHO എന്ന് പറയുന്നത് നമ്മളൊരു സാധനം യൂസ് ചെയ്യണമെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കണം. ഈ HC ഡബിൾ ബോണ്ടോ Cl എന്ന് പറയുന്നത് അൺസ്റ്റേബിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, HCHO പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വി കനോട്ട് പ്രിപ്പയർ HCHO ബൈ ദിസ് മെത്തേഡ് ബിക്കോസ് HC ഡബിൾ ബോണ്ടോ Cl എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സൈനൈഡ് എന്നാണ്. സൈനൈഡിനെ നൈട്രൈൽ എന്നും പറയും, അറിയാലോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ റിയാക്ഷനെ പറയുന്നത് സ്റ്റെഫൻ റിയാക്ഷൻ എന്നാണ്, അല്ലെങ്കിൽ സ്റ്റീഫൻ റിയാക്ഷൻ എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം, സ്പെല്ലിംഗ് തെറ്റിക്കരുതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ സൈനൈഡിനെ നമ്മൾ എന്ത് ചെയ്യണു, SnCl2ഉം HCl വെച്ചിട്ട് വീണ്ടും റിഡക്ഷൻ തന്നെയാണ്, റെഡ്യൂസ് ചെയ്യുക തന്നെയാണ്, ഹൈഡ്രജൻ വെച്ച് റെഡ്യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ ഇവിടുന്ന് സൈനൈഡ് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് SnCl2ഉം HCl ആണ്. എന്നിട്ട് നമുക്ക് അവരൊരു ഇമീൻ തരും, IMINE. ഓക്കെ, ഇമീൻ തരും. അതിനെ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആൽഡിഹൈഡ് കിട്ടുക. ആ റിയാക്ഷനാണ് സ്റ്റെഫൻ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, സ്റ്റീഫൻ റിയാക്ഷനോ സ്റ്റെഫൻ റിയാക്ഷനോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ആ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, സൈനൈഡ് വേണം, RC∧N അല്ലേ. സൈനൈഡ് എടുത്തു, അതിനെ ഹൈഡ്രജൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്തു. യൂസ് ചെയ്യേണ്ട കാറ്റലിസ്റ്റ് ആരാണ്, SnCl2/HCl അല്ലേ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമീൻ കിട്ടുന്നത്. അപ്പോൾ ഇമീൻ എങ്ങനെ കിട്ടും, അതിനായിട്ട് നമുക്ക് ഇവിടെ 2 ഹൈഡ്രജൻ ഇല്ലേ, ഹൈഡ്രജൻ പ്ലസ് ഹൈഡ്രജൻ അല്ലേ. അതിൽ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഈ കാർബണിൻ്റെ അവിടേക്ക് പോവും. വേറൊരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, നൈട്രജൻ്റെ അവിടേക്ക് പോവും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, RCH. ഓക്കെ, ഈ കാർബണിൻ്റെ അവിടേക്ക് ഒരു ഹൈഡ്രജൻ വന്നു, H, ഇവിടെ ഒരു ബോണ്ട് പൊട്ടി, അപ്പോൾ ഡബിൾ ബോണ്ടായി, ഡബിൾ ബോണ്ട് NH. ഇതാണ് എന്ത് പറഞ്ഞാൽ ഇമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഇമീൻ. ഇനി ഇതിനെ നമ്മൾ വീണ്ടും റിയാക്ഷൻ നടത്തുകയാണ്, ഹൈഡ്രോളിസിസ് ചെയ്യുകയാണ്, വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ആൽഡിഹൈഡ് കിട്ടും, RCHO എന്ന് പറഞ്ഞിട്ട് കിട്ടും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഡൈഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്, അതാണ് ഡിബാൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡൈഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഈ റെഡ്യൂസിങ് ഏജൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സൈനൈഡിനെ ആൽഡിഹൈഡായിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർ ഈ ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്യില്ല. അതായത് ഞാൻ പറഞ്ഞു തരാം, നമ്മൾ സൈനൈഡിനെ SnCl2/HCl, അതായത് സ്റ്റെഫൻ റിയാക്ഷൻ വെച്ച് ചെയ്തപ്പോൾ നമുക്കൊരു ഡബിൾ ബോണ്ട് ഉണ്ടായി, അതിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആൽഡിഹൈഡ് ഫോം ചെയ്തത്. ഇനി നമ്മൾ ഡിബാൽ-H ആണ് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഡിബാൽ-H എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജൻ്റാണ്. അത് സൈനൈഡിനെ ആൽഡിഹൈഡായിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇറ്റ് വിൽ നോട്ട് റെഡ്യൂസ് ദ ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിനെ വീണ്ടും അത് റെഡ്യൂസ് ചെയ്യില്ല. ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽഫ-ബീറ്റ സാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. അപ്പോൾ ആൽഫ-ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്, അപ്പോൾ ആൽഫ-ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിബാൽ-H യൂസ് ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ അത് ഫർദർ ഡബിൾ ബോണ്ടിനെ എന്ത് ചെയ്യില്ല, റെഡ്യൂസ് ചെയ്യില്ല. അതായത് ഇവിടെ നമ്മുടെ ഒരു സൈനൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക, CH3CH ഡബിൾ ബോണ്ട് CH ഇതാണ് നമ്മുടെ കയ്യിലുള്ള സൈനൈഡ്. ഈ സൈനൈഡിന് നമുക്ക് 2 തരത്തിലുള്ള റിയാക്ഷൻ നടത്താമല്ലോ, ഒന്ന് സ്റ്റെഫൻ റിയാക്ഷൻ വെച്ചിട്ടും ഒന്ന് ഡിബാൽ-H വെച്ചിട്ടും. അപ്പം സ്റ്റെഫൻ റിയാക്ഷൻ ആണെങ്കിൽ SnCl2/HCl ആണ്, ഡിബാലാണെങ്കിൽ ഡിബാൽ-H വെച്ചിട്ടാണ്. ഇത് ക്യാപിറ്റൽ തന്നെ എഴുതണേ, ഡിബാൽ-H വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ ഇത് ഹൈഡ്രലൈസ് ചെയ്യണം, ഇത് കഴിയുമ്പോഴും ഇത് ഹൈഡ്രലൈസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, സ്റ്റെഫൻ റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, ഇതിനൊക്കെ റെഡ്യൂസ് ചെയ്ത് ലാസ്റ്റ് ആൽഡിഹൈഡ് എന്ത് കിട്ടും, CH3CH2CH2
CHO എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? കാരണം എന്താ, ആദ്യം ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, അത് ഞാൻ കാണിച്ചു തന്നിട്ട് ഇതിലേക്ക് വരാം. ഇതിനെ ആദ്യം ഇങ്ങനെ ഈ റിയാക്ഷനിൽ കൂടെ പോവുകയാണെങ്കിൽ ആദ്യം എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ കയറും അല്ലേ? അപ്പോൾ ഡബിൾ ബോണ്ട് CH2NH അല്ലേ, ഡബിൾ ബോണ്ട് NH, ഇങ്ങനെയല്ല റിയാക്ഷൻ വരിക. ഇനി ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്യാണ് നമ്മൾ വാട്ടർ വെച്ചിട്ട്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ സംഭവം കിട്ടുന്നത്, CH3CH2CH2CHO എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഈ NH നമ്മുടെ പോവും, എന്നിട്ട് ഇവിടേക്ക് എന്ത് കയറും, ഓക്സിജൻ കയറും, ഇവിടെ ബോണ്ട് പൊട്ടും, എന്നിട്ട് ഇങ്ങനെ ഹൈഡ്രജൻ ആവും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സംഭവം കിട്ടുന്നത്. ക്ലിയർ ആയോ? പക്ഷേ ഡിബാലച്ച് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ പൊട്ടില്ല എന്ന്. നമുക്ക് ആ ഡബിൾ ബോണ്ട് പൊട്ടാണ്ട് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് CH3CH ഡബിൾ ബോണ്ട് CHCHO. ഇതാണ് നമുക്ക് കിട്ടുക. ആ ഡബിൾ ബോണ്ട് പൊട്ടില്ല എന്നാണ് പറയണത്. ഈ SnCl2 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കും. പക്ഷേ ഡിബാലച്ച് വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രലൈസ് ചെയ്യണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് അതുപോലെ തന്നെ നിൽക്കും. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നോ ഇവിടെ ആദ്യം എങ്ങനെയായിരുന്നോ, അതായത് ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എങ്ങനെയായിരുന്നു, CH3CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് NH എന്നായിരുന്നില്ലേ? അതിനെ ഹൈഡ്രലൈസ് ചെയ്യുമ്പോഴാണ് ഈ ബോണ്ടൊക്കെ പൊട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയത് അല്ലേ? ഇവിടെ 4 കാർബൺ, ഇവിടെ അതേപോലെ തന്നെ 4 കാർബൺ, അങ്ങനെ കിട്ടുന്നത്. പക്ഷേ ഡിബാലച്ചാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന സാധനം എന്താണോ, CH3CH ഡബിൾ ബോണ്ട് CHCHO, ഇവിടെ ഒരു O കയറുന്നല്ലാണ്ട് ഈ ബോണ്ട് ഡബിൾ ബോണ്ട് പൊട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഡിബാലച്ച് യൂസ് ചെയ്യുക. അല്ല, സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെഫൻ റിയാക്ഷൻ യൂസ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി അടുത്തത് സിനമാൽഡിഹൈഡ്. സിനമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ C6H5CH ഡബിൾ ബോണ്ട് CHCHO. ഓക്കെ, അതിനാണ് സിനമാൽഡിഹൈഡ് എന്ന് പറയുക. അത് സിനമനിൽ പ്രസൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാനിലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബെൻസാൽഡിഹൈഡ് ഉണ്ടല്ലോ, സാൽഡിഹൈഡിൻ്റെ ഇവിടെ OHും ഇവിടെ OCH3 കയറിയതാണ്. അതാണ് വാനിലിൻ വാനിലയിലുള്ള സാധനമാണ്. ക്ലിയർ ആയോ? ഇനി നമുക്കടുത്ത് എങ്ങനെ ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം.